കുറേ നാളത്തെ എൻ്റെ ആഗ്രഹമായിരുന്നു എൻ്റെ വീട്ടുകാരെയും കൊണ്ട് ചെറിയൊരു ട്രിപ്പ് എവിടെയെങ്കിലും പോകണമെന്നുള്ളത്. എന്നെക്കാൾ കൂടുതൽ ഷിനാജിനായിരുന്നു കേട്ടോ. എപ്പോഴും എൻ്റെ അടുത്ത് പറയടി നമുക്ക് എവിടെയെങ്കിലും പോകണം എല്ലാവരും കൂടെ എന്ന്. അങ്ങനെ ഫൈനലി ഇതേ നമ്മൾ വാഗമണ്ണ് പോകുവാണ്. നമ്മുടെ അവിടെ നിന്ന് 1 ഡേ ടൂർ പോയി വരാൻ പറ്റിയ സ്ഥലങ്ങളിൽ ഒന്നാണ് കേട്ടോ വാഗമണ്ണ്. എനിക്കും എൻ്റെ അനിയനൊന്നും ഞങ്ങൾ ഫാമിലി ഒരുമിച്ച് പോയ ട്രിപ്പിൻ്റെ മെമ്മറീസ് അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ. കാരണം അങ്ങനെ ഞങ്ങൾ ഇതുവരെ എവിടെയും പോയിട്ടില്ല. വീട്ടിലെ ഓരോ സാഹചര്യങ്ങളും ഫിനാൻഷ്യലി ഉള്ള ബുദ്ധിമുട്ടുകളും കൊണ്ട് അങ്ങനെ നമ്മൾ എവിടെയും പോയിട്ടില്ല. അപ്പം എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ഇവരെയും കൊണ്ടൊന്ന് പോകണമെന്നുള്ളത്. അതെന്തായാലും സാധിച്ച്. അപ്പോൾ അതേ നമ്മൾ ഫസ്റ്റ് തന്നെ വാഗമണ്ണ് ഏതോ ഒരു സ്ഥലം കിട്ടും, എനിക്ക് സ്ഥലത്തിൻ്റെ പേരൊന്നും അറിയത്തില്ല. അവിടെ നല്ല ഇങ്ങനെ വെള്ളച്ചാട്ടം ദൂരത്ത് നിന്ന് ഇങ്ങനെ കാണാമായിരുന്നു. കുറച്ച് നേരം അവിടെ നിന്നിട്ട് ഞങ്ങൾ ഈ ഒരു സാധനത്തിൽ കയറാൻ വേണ്ടിയിട്ടാണ് പോയത്. ഇതും ഈ പറയുന്നത് പോലെ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ ഈ ഒരു സിപ്പ് ലൈൻ കയറാൻ വേണ്ടിയിട്ട്. പക്ഷേ ആഗ്രഹത്തേക്കാൾ കൂടുതൽ പേടിയായിരുന്നു എനിക്ക്. ശരിക്കും പറഞ്ഞാൽ ഷിനാജ് എന്നെ നിർബന്ധിച്ച് കയറ്റിയതാണ്. ഇതൊക്കെയല്ലേ ഒരു എക്സ്പീരിയൻസ്, വാ കയറെന്നും പറഞ്ഞ്. പിന്നെ ഞാൻ ഇവരോട് കയറുമ്പോൾ ചോദിക്കുന്നുണ്ട് ഇത് സേഫ് അല്ലേ എന്നപ്പോൾ അവർ പറഞ്ഞ് 100% സേഫാണ്, ഒരു പേടിയും വേണ്ടെന്ന്. എൻ്റെ പേടി കൊണ്ട് ഞാൻ കയറാതെ നിന്നെങ്കിൽ അത് വലിയൊരു നഷ്ടമാണ് കേട്ടോ. കാരണം അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ആരെങ്കിലും കയറാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ട് കയറിക്കോട്ടെ. പേടിയൊക്കെ ഉണ്ടാവും, അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട, നല്ല അടിപൊളിയാണ്. പേടിച്ച് വിറച്ചിരുന്നോണ്ട് എൻ്റെ മുഖത്തിൻ്റെ ഭാവം അങ്ങനെയായിരുന്നു. അതുകൊണ്ട് ഞാൻ ഷിനാജിൻ്റെ കൈ മുറുക്കെ പിടിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഇത് അവർ തന്നെ നമുക്ക് ഷൂട്ട് ചെയ്ത് തന്നൊരു വീഡിയോ ആണ്. ഇവിടെ വന്ന് ഇറങ്ങിയിട്ട് കുറച്ച് മുകളിലോട്ട് കയറിയിട്ടാണ് പിന്നെ നമ്മൾ തിരിച്ചു പോകുന്നത്. എനിക്ക് ഇങ്ങോട്ട് വന്നതിനെക്കാട്ടി കൂടുതൽ ഇഷ്ടമായത് തിരിച്ചു പോയപ്പോഴാണ്. പൊതുവേ വല്ല വെള്ളച്ചാട്ടത്തിലെ കൊക്കയുടെ മുകളിലെ മലയുടെ മുകളിലൊക്കെ പോയി നിൽക്കുമ്പോഴത്തേക്കും വേണ്ടാത്ത ചിന്താഗതി എൻ്റെ മനസ്സിലോട്ട് വരുന്ന ഒരാളാണ് ഞാൻ. അതായത് വീഴുക മരിക്കുക അങ്ങനെയൊക്കെ. ആ ഒരു സെയിം ഇതായിരുന്നു എനിക്കിതിൽ കയറിയപ്പോഴും. ഷിനാജ് കൈ കൊണ്ട് ഓരോ ആക്ഷൻ കാണിക്കുമ്പോഴും ഞാൻ അയ്യോ എൻ്റെ കയ്യിൽ നിന്ന് വിടല്ലേ എന്നും പറഞ്ഞ് അങ്ങനെ കിടന്ന് കയറുമായിരുന്നു. ഇവിടുത്തെ ആൾക്കാരൊക്കെ നല്ല പെരുമാറ്റമായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഇവരുടെ സർവീസ്. അപ്പം ആരെങ്കിലും വാഗമണ്ണ് വരുവാണെങ്കിലും മസ്റ്റായിട്ടും കയറി ട്രൈ ചെയ്ത് നോക്കണേ. എൻ്റെ ഉമ്മാനോട് ഞാൻ കുറേ പറഞ്ഞതാണ് കയറാൻ. എൻ്റെ ഉമ്മ ഞങ്ങളെപ്പോലും കയറ്റാൻ സമ്മതിച്ചില്ല. പിന്നെയല്ലേ ആൾ കയറാൻ പോകുന്നത്. ഈ പിള്ളേർ കയറിയപ്പോഴാണ് കേട്ടോ ഞാൻ അതിശയിച്ചത്. എൻ്റെ പകുതിയുടെ പകുതി പേടി പോലും ഈ പിള്ളേർക്കില്ലായിരുന്നു. എന്തായാലും ഇവിടെ വരുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ, നല്ല എക്സ്പീരിയൻസ് ആണ്. അവിടുന്ന് നമ്മൾ നേരെ പൈൻ വാലിയിലേക്കാണ് പോയത്. ഞങ്ങൾ അവിടെ കയറാനും ഒരു മഴ അങ്ങോട്ട് തുടങ്ങി, കയറി നിൽക്കാൻ പോലും സ്ഥലമില്ലായിരുന്നു. പിന്നെ പെട്ടെന്ന് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. നല്ല വിശന്നിരിക്കുമായിരുന്നു. ഞാൻ പിന്നെ എപ്പോഴും കഴിക്കുന്ന പോലെ മീൽസാണ് കഴിച്ചത്. ഇവർ പിന്നെ ബിരിയാണിയും ഫ്രൈഡ് റൈസും അങ്ങനത്തെയൊക്കെ ആയിരുന്നു വാങ്ങിച്ച് കഴിച്ചത്. അങ്ങനെ തിരിച്ചു പോകുന്ന വഴി നല്ലൊരു തേയിലത്തോട്ടം, നല്ലൊരു സ്പോട്ട് കണ്ടു കേട്ടോ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ. അവിടുന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് നിന്നപ്പോഴാണ് ഇത് ഇവൻ്റെ കാലിലോട്ടൊരു അട്ട ഇങ്ങനെ നിരച്ച് പോണത് കണ്ടത്. പിന്നെ അവൻ അതിനെ ചവിട്ടിക്കൊന്നു. ഞാനിട്ടിരിക്കുന്ന ഈ ഒരു ടോപ്പിൻ്റെ ലിങ്ക് കുറേ പേര് ചോദിച്ചായിരുന്നു. സംഭവം ഔട്ട് ഓഫ് സ്റ്റോക്കാണ്, ഇതുവരെ സ്റ്റോക്കിൽ വന്നിട്ടില്ല. വന്ന ഉടനെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇട്ടേക്കാവേ. പിന്നെ ഞങ്ങൾ തങ്ങൾപ്പാറ കയറാമെന്നും പറഞ്ഞത് ഇവിടെ വന്നതാണ്. പക്ഷേ അത് ക്ലോസ് ചെയ്തായിരുന്നു. 4:30 വരെ അത് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾക്ക് കയറാൻ പറ്റിയില്ല കേട്ടോ. ഭയങ്കര വിഷമമായി. കാരണം ഭയങ്കര ആഗ്രഹിച്ച് വന്നതാണ് അവിടെ കയറാൻ വേണ്ടി. ഞാൻ ലാസ്റ്റ് ടൈം വാഗമണ്ണ് വന്നത് ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് കേട്ടോ. അത് ഈ ഒരു പള്ളി ട്രിപ്പായിട്ട് അങ്ങനെ വന്നതായിരുന്നു. അങ്ങനെ തിരിച്ചു പോകുന്ന വഴി നല്ല ചൂട് ബജിയൊക്കെ കഴിച്ചിട്ട് നമ്മൾ പിന്നെ നേരെ വീട്ടിലേക്കാണ് പോയത്. എൻ്റെ ഫോൺ ഓഫ് ആയതുകൊണ്ട് പിന്നെയുള്ള വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല.